നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലം. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. വിദ്യാർത്ഥികളാണെങ്കിൽ പുണർദം നക്ഷത്രജാതർ കഴിഞ്ഞ വർഷം പരീക്ഷകളിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന മാസമാണ്. കൂടാതെ ഉപരിപഠനത്തിന് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പഠിച്ച വിദ്യയോട് അനുബന്ധപ്പെട്ട ഉദ്യോഗത്തിന് തന്നെ നിയമനാനുമതി ലഭിക്കുന്നതാണ്. വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ്. ജോലിക്കാർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത കാണുന്നു. ജോലി സംബന്ധമായി ഗൃഹത്തിൽ നിന്നും നാട്ടിൽ നിന്നും വിട്ടുനിൽക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നതാണ്. എന്നാൽ ഇവ ഉന്നത സ്ഥാനലബ്ധിക്ക് ഗുണം ചെയ്യുന്നതാണ്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതിലൂടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി കാണാം. പുതിയ ചുമതലകൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നു. വ്യാപാരം, വിതരണം, വിപണനം എന്നീ മേഖലകളിൽ മനസ്സിന് തൃപ്തികരമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കാവുന്നതുവഴി മികച്ച വളർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ്സിൽ വളർച്ചയുണ്ടാകുന്നത് മൂലം നിരവധി ആളുകൾക്ക് ജോലി നൽകുന്നതിനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു. നിലവിലുള്ള ഗൃഹത്തിന് വാസ്തുശാസ്ത്രപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ട അവസ്ഥയുണ്ടാകുന്നതാണ്. പുതിയ ഭൂമി വാങ്ങുന്നതിനോ ഗൃഹം നിർമ്മിക്കുന്നതിനോ ഉള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്നു. സ്വന്തം വ്യക്തിത്വത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ സ്വയം തയ്യാറാവുന്നത് മൂലം മാനസികമായി ഏറെ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നു. സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതിനാൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ദമ്പതിമാർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനുള്ള അവസരം വന്നു ചേരുന്നതായി കാണുന്നുണ്ട്. തങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അനുകൂലമായ ഫലം വന്നു ചേരുന്നത് മുഖേന മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനും അനുകൂല വിജയം നേടുവാനും സാധിക്കുന്നു. അധികാരസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നതും പുതിയ ഭരണപരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതും സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുന്നതാണ്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാകുന്നതാണ്. അതുകൊണ്ടുതന്നെ സൽപ്രവർത്തനങ്ങളിൽ കൂടുതലായി ഏർപ്പെടുവാനും സാധിക്കുന്നു. സത്യസന്ധതയോടെ പ്രവർത്തിക്കാനാവുന്നതിനാൽ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനാകുന്നു. പ്രത്യുപകാരങ്ങൾക്ക് അവസരം ലഭിക്കുന്നു. ബന്ധുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് അവസരമുണ്ടാകുന്നു. വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഭൂമി ഏറെക്കുറെ തൃപ്തിയായ വിലയ്ക്ക് വിൽക്കാനാവുന്നു. ദുശീലങ്ങൾ ഉപേക്ഷിക്കുന്നതിന് മാനസികമായി തയ്യാറെടുപ്പുകൾ നടത്തുന്നു. മാതാപിതാക്കൾക്ക് മനസമാധാനപരമായ സന്തോഷ ജീവിതമാണ് നൽകാൻ സാധിക്കുന്നത്. ഉദര നീർദോഷ രോഗപീഠകൾക്ക് സാധ്യതയുള്ളതിനാൽ വ്യായാമ മുറകൾ സ്ഥിരമായി തുടരുന്നത് നല്ലതാണ്. ഭക്ഷണ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തുവാൻ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് സാരം. മാസപ്പിറന്നാൾ ദിവസം നവമി തിഥിയിൽ ദേവീക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കാം. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഗുണഫലങ്ങൾ നൽകുന്നു. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലധാര, കൂവളത്തിലമാല എന്നീ വഴിപാടുകൾ നടത്തുന്നതും ഉത്തമം തന്നെയാണ്. ഇനി ജാതി മതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വര അനുകൂലം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകുന്നു. 3, 12, 13, 21, 23, 31 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. മകയിരം, പൂരം, മകം, ഉത്രം, ചിത്തിര, ചോതി, അനിഴം, മൂലം, ചതയം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് പുണർദം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിലും നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഈ നക്ഷത്രക്കാരെ ചേർക്കാവുന്നതാണ്. 3 ആണ്
പുണർദം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ മഞ്ഞയാണ് ഭാഗ്യനിറം. വ്യാഴാഴ്ച ദിവസങ്ങൾ പുണർദം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായാണ് കാണുന്നത്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും അഭിവൃദ്ധിക്കും ഇഷ്ടകാര്യ വിജയത്തിനും ഏറെ ഗുണപ്രദമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.